കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് കാര്യസാധ്യത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടിനെ പറ്റി പറയാനാണ്. ഏത് കാര്യങ്ങളാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും ഈ ഒരു വഴിപാട് നേർന്നാൽ അതിന് ശാശ്വത പരിഹാരം കിട്ടുമെന്നുള്ള ഉറപ്പിന്മേലാണ്. അത് അത്രമാത്രം കാര്യസാധ്യം ആണ് എന്നുള്ള ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വരുന്നത്. മറ്റൊന്നുമല്ല, കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. അത് തുലാഭാരത്തിൻ്റെ അതിന് അനുസരിച്ചാണ്. അപ്പോൾ ഞാൻ ആ തുലാഭാരത്തിനെ പറ്റിയിട്ട്, നമ്മൾ തുലാഭാരം ഉണ്ടാവാനുണ്ടായ ഒരു കാരണം അതിനെ പറ്റിയിട്ട് ഞാനൊരു ചെറിയ കഥ പറയാം. പുരാണത്തിലുള്ളൊരു കഥയാണ്. ഞാൻ ആദ്യം അത് പറയാം. അതായത് ഒരിക്കൽ നാരദര് ഒരു പാരിജാത പുഷ്പം, ഏറ്റവും സുഗന്ധം കൂടിയ പാരിജാത പുഷ്പം ഭഗവാന് സമർപ്പിച്ചു. അപ്പോൾ ഭഗവാൻ അതെടുത്തിട്ട് രുക്മിണീ ദേവിക്ക് കൊടുത്തു. രുക്മിണീ ദേവിക്ക് കൊടുത്തപ്പോൾ സത്യഭാമ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി, ഒരു ചെറിയ കുശുമ്പ് വന്നു. അപ്പോൾ നാരദരോട് ചോദിക്കുകയാണ് സത്യഭാമ, അല്ല എങ്ങനെയാണ് ആ നാഥൻ, അതായത് എൻ്റെ നാഥന് എന്നോട് പ്രിയം കൂടാൻ ഉള്ള ഉപായം എന്താണ്? എന്ത് കാരണം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്താലാണ് രുക്മിണിയെക്കാട്ടിലും കൂടുതൽ ഭഗവാൻ എന്നെ സ്നേഹിക്കുക, എല്ലാ കാര്യത്തിലും എന്നെ മുൻപന്തിയിൽ നിർത്തുക എന്ന് ചോദിച്ചു. അപ്പോൾ നാരദർ പറഞ്ഞു കൊടുത്തൊരു വഴി ആണ്, ആദ്യം തന്നെ ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ട് കുറച്ച് തപസ് ചെയ്യുക. ആ തപസ് ചെയ്തതിന് ശേഷം ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ട് ഭഗവാനെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യുക. അതിനുശേഷം ഭഗവാന്റെ തുല്യ മൂല്യത്തിനനുസരിച്ച് സ്വർണം, ഒരു തട്ടിൽ സ്വർണവും ഒരു തട്ടിൽ ഭഗവാനെയും വെച്ച് ആ സ്വർണത്തിൻ്റെ, അത് ഭഗവാന്റെ കനത്തിനനുസരിച്ച് മൂല്യത്തിനനുസരിച്ച് സ്വർണം വെച്ച് ആ ബ്രാഹ്മണനിൽ നിന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ പിന്നീട് ഭഗവാന്റെ ഏത് സമയത്തും ഭഗവാന്റെ മുന്നിൽ സത്യഭാമയാവും ആദ്യത്തെ പ്രിയതമ എന്ന് പറഞ്ഞു. അത് പ്രകാരം തപം ചെയ്തു. അങ്ങനെ തപം ചെയ്ത സമയത്ത് ഭഗവാനെ പ്രസാദിച്ചു. പ്രസാദിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാനെ ദാനം ചെയ്യണമല്ലോ ഒരു ബ്രാഹ്മണന്. അപ്പോൾ ബ്രാഹ്മണനെ ആരെയും ഭഗവാനെ ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്നില്ല. അവസാനം നാരദരെ തന്നെ അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചു. നാരദരോട് തന്നെ ചോദിച്ചു, അങ്ങ് ഭഗവാനെ ഏൽക്കുമെന്ന്. അപ്പോൾ ഏൽക്കാമെന്ന് പറഞ്ഞ് ഭഗവാനെ നാരദന് സമർപ്പിച്ചു. അതിനുശേഷം 2 തട്ടുള്ള ഒരു തട്ടുണ്ടാക്കിയിട്ട് ഒരു തട്ടിൽ ഭഗവാനെ ഇരുത്തി, അടുത്ത തട്ടിൽ തൻ്റെ സത്യഭാമയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മറ്റേ തട്ടിലിങ്ങനെ വെച്ചു. പക്ഷെ ഒരിക്കലും ആ തട്ട് താഴുന്നില്ല. ഭഗവാന്റെ തട്ട് ഇങ്ങനെ താന്നു തന്നെ ഇരിക്കുക. എന്ത് ചെയ്തിട്ടും അതിനൊരു മാറ്റം വരുന്നില്ല. അങ്ങനെ ലോകത്തുള്ള അതായത് സത്യഭാമയ്ക്ക് കിട്ടാവുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങളും വജ്രങ്ങളും എല്ലാം കൊടന്നിട്ട് ആ തുലാഭാരത്തട്ടിൽ വെച്ചു. പക്ഷെ ഒരിക്കലും തട്ട് പൊന്തുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സത്യഭാമയുടെ അഹങ്കാരത്തിന് തെല്ല് ശമനം ഉണ്ടായി. ഇനി എന്തായാലും ഇതിനൊരു പ്രതിവിധി കാണണമെങ്കിൽ രുക്മിണീ ദേവിയെ തന്നെ കാണണം. ആ രുക്മിണീ ദേവിയോട് കണ്ട് ചോദിച്ച് മാപ്പ് അപേക്ഷിക്കാം എന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കാനായിട്ട് രുക്മിണീ ദേവിയുടെ അടുത്ത് ചെന്നു. അങ്ങനെ ആ രുക്മിണീ ദേവിയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു തുളസിയുടെ കതിര് കൊണ്ടുവന്നിട്ട് ആ സ്വർണം വെച്ച തട്ടിൽ വെച്ചു. അപ്പോൾ ഭഗവാന് സമമായിട്ട് ഒപ്പം നിന്നു. അപ്പോൾ എന്താണ് ആ തുലാഭാരം? അങ്ങനെയാണ് തുലാഭാരം. അതായത് ഭഗവാൻ ഒരു ഭാഗത്ത് ഭഗവാൻ ഇരിക്കുന്നു, മറുഭാഗത്ത് നമ്മളിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് എന്ത് തൂക്കത്തിലാണോ ഭഗവാന് കാഴ്ചവെക്കുന്നത്, ആ കാഴ്ചവെക്കുന്ന സാധനം അല്ലെങ്കിൽ ദ്രവ്യം അത് വെച്ചാൽ അതാണ് തുലാഭാരം. അങ്ങനെയുള്ള ആ ഒരു തുലാഭാര കഥയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ തുലാഭാരം എന്ന് പറഞ്ഞാൽ വെണ്ണ കൊണ്ടുള്ള തുലാഭാരമാണ് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം. കാരണം ചെറുപ്പം മുതലേ
ഉണ്ണിക്കണ്ണൻ വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് എവിടെ എത്രത്തോളം താഴും, എത്രത്തോളം പൊന്തും. അമ്മേ ഒരു പിടി വെണ്ണ തരുമോ, ഒരു കൈ വെണ്ണ തരുമോ എന്ന് ചോദിച്ച് ആ യശോദാമ്മയുടെ വീട്ടിൽ, അതേപോലെ ഗോപികമാരുടെ വീട്ടിൽ ഒക്കെ നടന്ന കഥകളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണന് ഇഷ്ടം വെണ്ണയാണ്. അപ്പോൾ ആ വെണ്ണ കൊണ്ട് ഒരു തുലാഭാരം നേരുക. നമ്മളെ ഏത് കാര്യത്തിനാണോ, കുറച്ച് പൈസ കൂടുതലാണ് എന്നാലും ഏത് കാര്യത്തിനാണോ ആ കാര്യം ജോലി കിട്ടാനോ അല്ലെങ്കിൽ അസുഖത്തിൻ്റെ മാറാനോ വീടോ മറ്റെന്ത് കാര്യത്തിനായാലും ഏറ്റവും നന്നായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ തുലാഭാരം നേരുക. അത് കഴിഞ്ഞാൽ നമുക്കത് നേടി കിട്ടിയതിന് ശേഷം ആ തുലാഭാരം വന്ന് നടത്തണം കേട്ടോ. ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ വന്നിട്ട് അവിടെ വന്നിട്ട് പിടിച്ചുകൊണ്ട് വരും നമ്മളേനെ. കാരണം അതങ്ങനെയാണ്. അദ്ദേഹത്തിന് കൊടുക്കാന്ന് പറഞ്ഞ കാര്യം എന്ത് തന്നെ ആയാലും, എന്തുകൊണ്ടുള്ള തുലാഭാരമാണെങ്കിലും അതൊക്കെ കൊടുന്നിട്ട് കൊടുക്കേണ്ടി വരും. കാരണം പണ്ടത്തെ ഒരു കഥ അതേമാതിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉമി കൊണ്ട് തുലാഭാരം നേർന്നു, പക്ഷേ അവർ പിന്നീട് ഭയങ്കര കാശുകാരായി. അപ്പോൾ പിന്നെ അത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വർണം കൊണ്ടൊക്കെ തുലാഭാരം ചെയ്തു. പക്ഷെ തട്ട് താഴുന്നില്ല. അവസാനമാണ് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഉമി കൊണ്ടാണ് പണ്ട് നേർന്നിരുന്നത്, അത് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു നിലയ്ക്ക് അത് പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആ ഉമി തന്നെ കൊടന്ന് വെക്കാൻ പറഞ്ഞു. ആ ഉമി കൊടന്ന് വെച്ചപ്പോൾ ആ തട്ട് തുല്യമായി നിന്നു. അപ്പോൾ അത്രയ്ക്കും ശക്തിയുള്ള ഗുരുവായൂരപ്പൻ്റെ ചൈതന്യമാണ്. ആ കണ്ണൻ്റെ മായകളാണ് എല്ലാമെങ്കിലും ആ മായക്കണ്ണൻ്റെ ആ ഒരു പ്രീതി കിട്ടാനായിട്ട് നമ്മൾ വെണ്ണ കൊണ്ട് തുലാഭാരം നടത്താമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ ആ നമ്മൾ നേർന്നതിൻ്റെ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനുള്ള പരിണിത ഫലങ്ങൾ നമുക്ക് അനുഭവപ്പെടും. നമ്മൾക്ക് എന്താണോ നേടാനുള്ളത് ആ നേടാനായിട്ട് ആ ഭഗവത് ചൈതന്യം നമ്മുടെ കൂടെ ഉണ്ടാവും. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ദാമ്പത്യ സൗഖ്യത്തിന് ഏറ്റവും കൂടുതൽ, അത് ഏറ്റവും ലളിതമായ ഒരു എന്താ പറയുക വഴിപാട്, അതായത് വെറ്റില അടയ്ക്ക, ഒരു 3 വെറ്റിലി ഒരു അടയ്ക്കയും സമർപ്പിക്കുക. ആ സാധനം അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഭഗവാന് സമർപ്പിക്കുക. അത് സമർപ്പിച്ചാൽ ആകെ 2 രൂപയോ 3 രൂപയൊക്കെയാണ് അതിൻ്റെ വഴിപാടിൻ്റെ പൈസ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ദാമ്പത്യ സൗഖ്യം ഉണ്ടാവും. എത്ര വിഘടിച്ച് നിൽക്കുന്ന അതായത് മനുഷ്യരും തമ്മിൽ അടുത്ത് ഇടപഴകാനുണ്ടാകുന്ന സാഹചര്യം ഭഗവാൻ ഒരുക്കിത്തരും. അതും അനുഭവ സാക്ഷ്യങ്ങളാണ്, പലരുടെയും അനുഭവങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങളാണ്. ഈ വെറ്റില അടയ്ക്ക വഴിപാട് പറ്റാവുന്ന ഒരു 41 ദിവസത്തിനോ ഒക്കെ ചെയ്യുക. 41 ദിവസമാണ് ഏറ്റവും നല്ലത്. ആ 41 ദിവസത്തിന് അഡ്വാൻസ് തെക്കേ നടയിലുള്ള അഡ്വാൻസ് കൗണ്ടറിൽ വന്നിട്ട് ഷീട്ടാക്കിയിട്ട് അപ്പോൾ അവർ കൊടുത്തോളും. അതിനിടയ്ക്ക് വന്നിട്ട് നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ വന്ന് തൊഴുക. 2 പേരും പറ്റുകയാണെങ്കിൽ 2 പേരും കൂടെ വന്ന് തൊഴുക. അല്ല ഒരാളെ വരാൻ പറ്റുള്ളൂ ഈ സമയത്ത് എന്ന് വെച്ചാൽ അപ്പോൾ ഒരാൾ വന്ന് തൊഴുക. മറ്റൊരാൾ അടുത്ത ആ 41 ദിവസം കഴിയുന്നതിൻ്റെ ഉള്ളിൽ കൂടെ വരാനുള്ള ഉതകുന്ന തരത്തിലുള്ള ആ ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാവും. അതും ഇവിടുത്തെ അനുഭവ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഈ 2 കാര്യങ്ങളും, വെണ്ണ കൊണ്ടുള്ള തുലാഭാരവും വെറ്റില അടയ്ക്ക ഭഗവാന് സമർപ്പിക്കലും, ഈ 2 കാര്യങ്ങളും എല്ലാവരും അതിനനുസരിച്ച് ചെയ്യുക. പറ്റാവുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയ്ക്കും വിശ്വാസയോഗ്യമായ കാര്യമാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം.